കണ്ടോ വികസിത കേരളം എന്ന് പറഞ്ഞ കേരളത്തിലെ പോലീസ് എത്ര എത്ര പോലീസ് സ്റ്റേഷൻ, 100 കണക്കിന് പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് BJP കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ എന്ന് പറഞ്ഞ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇട്ട പോസ്റ്ററുകൾ കണ്ട AI ക്രിയേഷനാണ്. പക്ഷെ എന്നെ അത് കൊതിപ്പിച്ചു. നിങ്ങളെ കൊതിപ്പിക്കുന്നുണ്ടോ? കേരളത്തിന് അത്യാവശ്യം വേണ്ടത് ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അതിനുവേണ്ടി നിങ്ങൾ അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശ്രമിക്കും. നമുക്ക് ഒരേ ഗോതയിൽ കാണാം. അഞ്ച് ട്രെയിനിനാണ് അപേക്ഷ കൊടുത്തത്. ഒരു ട്രെയിൻ അനുവദിച്ചു. ഇനി ഒരു ട്രെയിനിനൂടെ യോഗ്യത ഉണ്ടെന്ന് എനിക്കറിയാം. ആ ട്രെയിനിന് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ ഇവിടെ എന്തോ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണോ, കബളിപ്പിച്ചതാണോ, നിങ്ങളെ തെറ്റിച്ചതാണോ, തെറ്റിദ്ധരിപ്പിച്ചതാണോ എനിക്കറിയില്ല. പക്ഷെ അത് അമൃത് ഭാരത് പദ്ധതിയിലില്ല. അത് സദേൺ റെയിൽവേ GMന്റെ ജനറൽ മാനേജറുടെ മീറ്റിംഗിൽ ശക്തമായിട്ട് ആ ചോദ്യം ഉന്നയിച്ചു. അദ്ദേഹം വ്യക്തമായ മറുപടിയും നൽകി. ഇല്ല. പിന്നെ ആരാണ് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചത്? ഓഫർ തരുമല്ലോ, അതിപ്പോ ആർക്കും തരാൻ പറ്റും. ഞാൻ ഓഫർ തന്നിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നടക്കും. അതിലൊന്നും നിങ്ങൾക്ക് സന്തോഷമില്ലല്ലേ? നമസ്കാരം. എൻ്റെ പേര് സന്ദീപ്. അവിടെ പേരാണെങ്കിൽ വൈഫ് ആമിച്ചേരിയാണ്. വൈഫിൻ്റെ സ്ഥലം മകളാണ്. ഞാനിവിടെ 2018 പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് എൻ്റെ പേരിൽ ഒരു വീട് അനുവദിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ആവാസ് യോജന അതിൽ പഞ്ചായത്തിലേക്ക് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. 2015 ശേഷം ഒരു 2 വർഷത്തിന് ശേഷം ഒരു പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻഫോർമേഷൻ തന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്നു പേരില്ല, പേര് എങ്ങനെ റിജക്റ്റ് ആയി പോയെന്നറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് റീസൺസ് നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് റീഓപ്പൺ ചെയ്ത് എനിക്ക് ആ ഒരു വീട് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, എന്തുകൊണ്ട് ലിസ്റ്റ് ചെയ്യുന്ന പേര് പോയി എന്താണ് ഇത് കാരണം കാണിച്ചിരിക്കുന്നത്? അത് പഞ്ചായത്തിനോട് ചോദിക്കും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്നു. വീണ്ടും ആവാസ് യോജനയിൽ ഞാൻ പേര് കൊടുത്തിരുന്നു. ഇവിടെ കടുപ്പശ്ശേരി മത്സരം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ, 70 വയസ്സ് കഴിഞ്ഞവർക്ക്. അത് എനിക്ക് എൻ്റെ അറിയാണെങ്കിൽ കേരളം വെച്ചുപറ്റുള്ള സ്റ്റേറ്റിലെല്ലാം പ്രാബല്യത്തിലായിട്ടെന്ന് തോന്നുന്നു. കേരളത്തിൽ പ്രാബല്യത്തിലായതല്ല, കേരളത്തിലും പ്രാബല്യത്തിലായി. ഇപ്പൊ കേരള സംസ്ഥാനം കൊടുക്കേണ്ട, ആരോഗ്യ വകുപ്പ് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലുകാർ ആ ഇൻഷുറൻസ് വകവെച്ച് തരുന്നില്ല. ഇതിപ്പോൾ എന്ത് ചെയ്യാം? എന്തായിരുന്നു സൊല്യൂഷൻ? കേരള ഭരണം ഞങ്ങളെ ഏൽപ്പിക്കുക. ആദ്യത്തെ ദിവസം ഇത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. വെല്ലുവിളിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഭരണത്തെയും അവരുടെ പ്രതിപക്ഷത്തിന്റെ പാർട്ടി ഭരണത്തിനെയും വെല്ലുവിളിക്കുകയാണ്. ഭരണം ഏൽപ്പിച്ചോളൂ, അടുത്ത ദിവസം ഇതെല്ലാം പെർഫെക്റ്റ് ആക്കി കാണിച്ചു തരാം. വേലിക്കര പഞ്ചായത്തില് ആകെ ഒരു കൃഷിഭവന കച്ചേരി പഠിക്കുന്നത്. ഈ മൊത്തം വേലിക്കര പഞ്ചായത്തിൻ്റെ, അതുപോലെ വില്ലേജ് ഓഫീസ്, ഒരു മൃഗാശുപത്രി, ഈ 3 സ്ഥാപനങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ജനങ്ങൾ ഈ വേലിക്കര പഞ്ചായത്തിൻ്റെ എല്ലാവർക്കും അവിടെ എത്തിച്ചേർന്നു. അവിടെ ഒരു ശൗചാലയം ഇതുവരെ ഇല്ല. ആൾക്കാർ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. കച്ചേരിപ്പടി റവന്യൂ വകുപ്പിൻ്റെ 1 ഏക്കറോളം നല്ല സ്ഥലം എടുക്കുന്നുണ്ട്.
കൃഷിഭവൻ തരുമോ? അല്ല, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, മൃഗാസ്പത്രി, 3 സ്ഥാപനങ്ങളുണ്ട്. ഈ വെളയനാട്, പട്ടയപ്പാടം, നടവരും എല്ലായിടത്തും വരുന്ന ആൾക്കാർ. ഈ ടോയ്ലറ്റ് 2 പണിത് കൊടുക്കാമെന്ന് വെച്ചാൽ അവരതിന് സ്ഥലം വിട്ടു തരുമോ? അതിന് വേണ്ട ഇടപെടൽ വേണമെന്ന് ചെയ്യാൻ എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ പഞ്ചായത്തിനോട് ചോദിച്ച് പഞ്ചായത്തിനെ കൊണ്ട് സ്ഥലം തരാമെന്ന് സമ്മതിപ്പിച്ച് എന്റെ ഓഫീസിലേക്ക് അവർ കത്തയക്കട്ടെ, ഞാൻ ഏറ്റെടുക്കും. പഞ്ചായത്തിന്റെ ഭാഗത്ത് വിട്ടു തരാനായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര ഭാഗത്ത് കേന്ദ്ര ഭാഗത്ത് നമുക്ക് സ്ഥലം കൊടുക്കാനൊക്കത്തില്ല. ജനങ്ങൾക്ക് ഒത്തിരിയേറെ സൗകര്യം സമ്മതിച്ചു, പക്ഷെ അതിനുള്ള സ്ഥലം തന്നാൽ പണിയുന്നതാണ്. അത് പഞ്ചായത്തിന്റെ സ്ഥലമാണെങ്കിൽ MP ഫണ്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. റവന്യൂ വകുപ്പിന്റെ സ്ഥലമാണ്. അല്ല, അതാണ് പറഞ്ഞത്. റവന്യൂവിൽ നിന്ന് പഞ്ചായത്ത് അത് പറിച്ചു വാങ്ങി തന്നാൽ നമുക്ക് അവിടെ MP ഫണ്ടിൽ നിന്ന് ചെയ്യാൻ എളുപ്പമാണ്. അല്ല, അത് പറയാം. നമ്മുടെ വേളൂർ പഞ്ചായത്തില് എല്ലാ വാർഡിലും ജഡ്ജിയുടെ ഭാഗമായിട്ട് റോഡുകൾ 1 മീറ്ററോളം വീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ ഈ റോഡിലേക്ക് കയറി പൊളിച്ചുകൊണ്ട് ആ റോഡ് പിന്നെ പൊളിഞ്ഞു പോയിട്ടില്ല. അപ്പൊ നമ്മള് ജഡ്ജിയുടെ ഓഫീസിലേക്ക് വിളിച്ച് ഈ റോഡിന്റെ റീസ്റ്റോറേഷൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല. ആരാണ് ജലജീവന്റെ ഓഫീസർ? പേരറിയില്ല, നമുക്ക് കോൺട്രാക്ടർമാരുടെ പേരറിയുള്ളൂ. നമ്പറുണ്ട്, ബഷീർ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മള് ഒരു പള്ളിപ്പെരുന്നാൾ ഭാഗമായിട്ട് ആഗസ്റ്റ് 15 റെസ്റ്റോറേഷൻ ചെയ്യാനായിട്ട് അടിയന്തരമായിട്ട് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് വിളിച്ചു വന്നപ്പോൾ അവർ ഒരു വണ്ടി സർവീസ് GST അടിക്കാമെന്ന് പറഞ്ഞ് അടിച്ചു. പിന്നത്തെ വണ്ടി വരാതായപ്പോൾ നമ്മൾ അത് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് പാർട്ടി തലത്തിൽ, അതായത് നമ്മുടെ പാർട്ടിയില്ല, CPM-ന്റെ കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ഓഫീസിൽ വന്ന് ഈ പരിപാടി മുടക്കി എന്നാണ് പറയുന്നത്. ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അത് റോഡ് തൊട്ട് പോകാൻ പാടുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് എല്ലാ റോഡുകളും പൊളിഞ്ഞു കൊടുക്കണം കൊണ്ടിട്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ അത് ജഡ്ജിന്റെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുന്നേ കണ്ടിട്ട് ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. വ്യക്തിപരമായ ഒന്നുമില്ല. അല്ല, ഇലക്ഷന്റെ തലേദിവസം ഉണ്ടാവില്ല. കാരണം അത് BJPക്ക് വോട്ട് കൂടും പറഞ്ഞ് അവരത് ഇലക്ഷന്റെ തലേന്ന് ചെയ്യത്തില്ല. BJPക്ക് വോട്ട് കൂടുമെന്നുള്ളത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. വേളൂർ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും എല്ലാ റോഡുകളും 18 വാർഡിൽ പഠിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നമ്മുടെ 18 വാർഡിലും ജനജീവൻ ഭാഗമായിട്ട് പൊളിച്ചിട്ട് റോഡുകൾ പണി പൂർത്തീകരിച്ചിരിക്കണം. സംസാരിച്ച് ഒരു 5 മിനിറ്റ് വിളിക്കുന്ന ചോദിച്ചിട്ട് എന്താണ് പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് നമ്മൾ 18 വാർഡിലെ റോഡുകളുടെ പണി പൂർത്തീകരിക്കണം. അല്ല, ജനജീവന്റെ ഭാഗമായിട്ട് പൊളിച്ചത് പ്രധാനമന്ത്രി വിചാരിച്ചാലും പഞ്ചായത്ത് അത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ, ഇലക്ഷൻ കഴിയുന്നവരെ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ ചെയ്യില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ നമ്മുടെ ഭാഗത്ത് സാറിന്റെ ഭാഗത്ത് നമ്മൾ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം. പക്ഷെ ചെയ്യേണ്ടത് പഞ്ചായത്ത് തന്നെ. ഞങ്ങൾക്ക് അതിന്റെ ഇപ്പൊ ഫണ്ട് വന്നു. നിങ്ങൾ പഞ്ചായത്തിന് ഉണ്ണാനും ഉറങ്ങാനും കുടിക്കാനും വിടാതെ അവിടെ തളച്ചില്ല. അപ്പൊ നടക്കും. ജനങ്ങൾ ഇറങ്ങി ചെയ്യും. രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ കളിയായി മാറുന്നത്. ജനങ്ങൾ ഇറങ്ങി ചെയ്യണം. വാർഡിലെ റെയിൽവേയുടെ തൊട്ടടുത്ത് 10 കുടുംബങ്ങൾ താമസിക്കുന്നു. അവർ ആ പാർട്ടികളിൽ കൂടി നടന്നിട്ടാണ് അവർ പോകുന്നത്. അത് ഒരു ഓട്ടോറിക്ഷ പോകുന്നതിന് നടപടി കേന്ദ്ര ഗവൺമെന്റുമായി ഇടപെട്ട് കാറിന്റെ പ്രാധാന്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്തല്ലേ ഇത്? പഞ്ചായത്തിനോട് അനുബന്ധിച്ച റെയിൽവേ കേന്ദ്ര ഗവൺമെന്റ് എന്ത് കാര്യം? അത് പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ മന്ത്രിയുമായും. കേന്ദ്ര ഗവൺമെന്റ് അല്ല, നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട്. ആദ്യം അദ്ദേഹം പഞ്ചായത്തിനെ വിളിച്ചറിയിക്കണം. അങ്ങനാണെങ്കിൽ പഞ്ചായത്തിനെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ ഇവിടെ മന്ത്രിയുമായി നിന്ന് ടീച്ചറുമായി അത്
അത് അദാലത്തുമായി സംസാരിച്ച കാര്യമാണ്. ആ, അതുപറ്റി ഒരു നടപടി ഉണ്ടായില്ല. നടപടി ഉണ്ടായില്ല. അത് ആ പത്രക്കാരോട് പറ. അവരെ കുളിപ്പിക്കാൻ നടക്കുന്നവരുണ്ട് പത്രക്കാർ. ഒന്ന് ആ പത്രക്കാരോട് പറ, ഇതും കൂടെ ആ പാർട്ടി സെക്രട്ടറിയെ ഒന്ന് ഏൽപ്പിക്കാൻ പറ. നാളെ വന്ന് ചെയ്തു തരും. പത്രക്കാരുണ്ടെങ്കിൽ അവരെ പ്രൊളിപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. 3 ദിവസം മുമ്പ് വാട്ടർ അതോറിറ്റി NOC കൊടുത്തു. സ്വന്തം ഫണ്ടിൽ നിന്ന് അതെടുത്ത് ചെയ്തോളണം. ജൽജീവൻ മെഷീൻ എന്നിട്ട് അത് റീഇംബേഴ്സ് ചെയ്യും. അങ്ങനെയാണ് സംവിധാനം കേട്ടോ. അതുകൊണ്ട് അത് കൃത്യമായി ചെയ്യുന്നുണ്ടാവും. ഇല്ല, 30 റോഡുകൾക്കുമുള്ള NOC കൊടുത്തു. 30 റോഡിനുള്ള NOC കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് ഫണ്ടാത്? തനത് പഞ്ചായത്തിന് തനത് ഫണ്ടിന് ചെയ്യും. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചെയ്യാനുള്ള NOC കൊടുത്തു കഴിഞ്ഞ് അവരത് ചെയ്യും. ബില്ല് സബ്മിറ്റ് ചെയ്താൽ അപ്പൊ തന്നെ റീഇംബേഴ്സ് ചെയ്യും. അതാണ് സംവിധാനം. അവർക്ക് ഫണ്ട് വരുന്ന വഴി നമുക്ക് പഞ്ചായത്ത് ഓൺ ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവരത് നമുക്ക് തിരിച്ചു തരില്ല. അവര് ഫണ്ട് വരുമ്പോ നമ്മൾ അറിയിക്കില്ല, നമുക്ക് തിരിച്ചു തരില്ല. ആഗസ്റ്റ് 14 ആഗസ്റ്റ് ആദ്യം തുടങ്ങി ഞാൻ ഇതിൽ പിന്നാലെ നടക്കുന്ന ആ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളി പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഞാൻ എന്ത് മറുപടി പറയുന്നത്? കളക്ടറുടെ മീറ്റിംഗ് അവിടെ ഉദ്യോഗസ്ഥരെല്ലാം വരും. ജൽജീവനും വരും, നിങ്ങളുടെ പഞ്ചായത്തിന്റെ ആൾക്കാരും വരും. പഞ്ചായത്ത് സെക്രട്ടറിയെ, ആ പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ വരുത്താൻ ഇപ്പോഴേ നോക്കൂ. ഈ എത്ര റോഡിന്റെയാണ് വന്നിരിക്കുന്ന NOC? ആ 30 പഞ്ചായത്ത് സെക്രട്ടറിമാരും, ചിലപ്പോൾ പഞ്ചായത്തിന് മൾട്ടിപ്പിൾ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പഞ്ചായത്ത് സെക്രട്ടറിമാർ അതിനകത്ത് ഇൻവോൾവ് ആണ്? അവരെണീക്ക് അവിടെ മറുപടി തരണം. പറഞ്ഞേ. ഇതിനെപ്പറ്റി പറയാനാണ്. ഇവിടെ നാളെ ITC ബാങ്ക് ഉണ്ട്. അവിടെ നാളെ ITC ബാങ്ക്, അവിടെ ITC ബാങ്ക്, ITC ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ അവിടെ ഡെപ്പോസിറ്റിൽ എല്ലാവരും ഡെപ്പോസിറ്റ് ഉണ്ട്. എല്ലാ പലിശയിലൊക്കെ കിടക്കിയിരിക്കണം. അപ്പൊ അവര് 6 മാസത്തിന് പൈസ 10,000 ഞങ്ങൾക്ക് തന്നു. അതവര് അതിനെപ്പറ്റി കുംഭകോണൊക്കെ നിങ്ങളുടെ മറ്റ് പ്രദേശങ്ങളിലെ 19 MP-മാരോട് ചോദിക്കണം, എന്തിനാണ് അപേക്ഷ? ഒരു കോർപ്പറേറ്റീവ് നിയമം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ അതിന് കല്ല് വെച്ചത് എന്തിനാണെന്ന് ചോദിക്കണം. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം. ഇത് പാവം അവിടെ വേർപിറ്റോ ചോര ചിന്തിയോ നേടിയ പണം കൊണ്ടു ചെന്നിട്ട് കൊച്ചുമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ നിയമത്തെ എതിർത്തു എന്ന് ഉത്തരം പറയണമെന്നുണ്ട്. ഇല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം, പിരി വെട്ടി കൊടുക്കണം. 6 മാസമായിട്ട് ശരിയാക്കാന്ന് പറയുന്നു. ഞങ്ങൾക്ക് പരിശോധിച്ച് 6 മാസം കഴിയുമ്പോൾ പറയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പോയി, അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് ഞങ്ങളെ വിജയിപ്പിക്കും, ഞങ്ങൾ ജയിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് പറയാം. 5 വർഷം കൂടെ നിങ്ങൾ സ്വാഹ.